ശ്രീ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം പുറത്തെ വെളിപ്പെടുത്തലുകളിൽ പ്രാഥമിക അന്വേഷണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ ഫലം കാണുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയായി സർക്കാരിൻ്റെ ഈ പുതിയ നീക്കത്തെ കാണേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും സ്മൃതി, സമ്മർദ്ദങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് നിരന്തരം ഉയർന്നു വരുന്ന ഈ മുറവിളിക്ക് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് വൈകാതെ തന്നെ ഇവർ ഉത്തരം കൊടുക്കേണ്ടി വരും. ആ ഉത്തരങ്ങൾക്ക് മേൽ ഹൈക്കോടതി പറയാൻ പോകുന്ന വിധി എന്താകും എന്നുള്ളതൊക്കെ ആശങ്കപ്പെടുത്തുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇനിയും മൂടി വെച്ചാൽ ഈ പാർട്ടിയുടെ അവസാനത്തെ അടിക്കല്ല് വരെ ഊരിയെടുക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ ഈ പുറത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് നടന്നിട്ടുള്ള വെളിപ്പെടുത്തലിൽ മേൽ അന്വേഷണത്തിന് കമ്മിറ്റിയെ രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ പരാതി ഉന്നയിക്കുകയും അത് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആ പരാതിക്കാരായിട്ടുള്ള അതിജീവിതമാരുടെ ആരുടെയെങ്കിലും അടുത്ത് കേരള പോലീസോ കേരള സർക്കാരിൻ്റെ പ്രതിനിധികളോ സാംസ്കാരിക വകുപ്പിൻ്റെ പ്രതിനിധികളോ ആരെങ്കിലും നിങ്ങൾക്ക് ആ പരാതി ഉണ്ടോ, ആ പരാതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നാളിതുവരെ ചോദിച്ചതായിട്ട് നമ്മൾക്കറിയില്ല. അതിന്റെ അർത്ഥം എന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള വമ്പന്മാരെ പ്രമുഖന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിനോട് അനുബന്ധിച്ച് അനുരണനങ്ങളായി വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അത്തരത്തിലുള്ള വെളിപ്പെടുത്തലിന്റെ പേരിൽ അന്വേഷണത്തിന് കമ്മിറ്റിയെ നിയോഗിക്കുകയും അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിന്മേലുള്ള അതിലുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താത്തത്? ഇത് ഇരട്ടത്താപ്പാണ്. അതായത് ഇവർക്ക് സംരക്ഷിക്കാൻ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കി, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, അദ്ദേഹം എന്ത് ആത്മവിശ്വാസത്തോടെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അദ്ദേഹത്തെക്കാൾ വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങോട്ട് കണ്ട പോലെ പറയുകയല്ലേ. രഞ്ജിത്ത് പറയേണ്ട മറുപടി രഞ്ജിത്തിനേക്കാൾ 100 ഇരട്ടി ആവേശത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് രഞ്ജിത്ത് രാജിവെക്കുന്നു എന്ന് മാത്രമല്ല, രഞ്ജിത്ത് ഈ സമയം വരെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് മുഖം കാണിക്കാൻ പോലും ധൈര്യമില്ലാത്ത രീതിയിൽ ഓടി ഒളിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? ഇവർ പറയുന്നത് രഞ്ജിത്തിനെതിരെ ഉള്ളത് ഗൂഢാലോചനയാണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള ആക്ഷേപമാണെന്നാണ്. എങ്കിൽ രഞ്ജിത്ത്, അദ്ദേഹം വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്രകാരൻ എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. കരുതി കൂട്ടിയുള്ള ഗൂഢാലോചനയാണെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ടത്തിന് ഒരു പരാതി കൊടുക്കാമല്ലോ, തെളിയിക്കാമല്ലോ. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? മാത്രമല്ല, ഇവിടെ മുകേഷിനെ കുറിച്ചുള്ള ആരോപണം ചോദിക്കുമ്പോൾ മുകേഷിന് ഓർമ്മയില്ല, അദ്ദേഹം LDFന്റെ CPMന്റെ MLA ആയതിന്റെ പേരിലാണ് ഈ ആരോപണങ്ങൾ വരുന്നതെന്ന. കേരളത്തിലെ എത്ര CPMന്റെ MLAമാരുണ്ട്? ഈ വക അലവലാദികൾക്കെതിരെ മാത്രമല്ലേ ആക്ഷേപം വരുന്നുള്ളൂ. എന്നിട്ട് ഇവർ 20 വർഷം മുമ്പായിരുന്നു ഓർമ്മയില്ലെന്ന്. ഇവർക്ക് ഓർമ്മയില്ലെങ്കിൽ ഇവർ പീഡിപ്പിച്ച, ഇവർ അതിക്രമിച്ച, ഇവർ അക്രമം നടത്തിയ പെൺകുട്ടികൾക്ക് ഓർമ്മയുണ്ട്. അവരത് വിളിച്ചു പറയുമ്പോൾ, അവർക്കത് വിളിച്ചു പറയാനുള്ള ആർജവും ശേഷിയും കിട്ടുന്ന കാലത്ത് അവരത് വിളിച്ചു പറയുമ്പോൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അതിന് തലയിൽ തലവി പോയിട്ട് കാര്യമില്ല. അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. പീഡനം നടത്തിയ ആളുകളോ അല്ലെങ്കിൽ അതിക്രമം നടത്തിയ ആളുകളോ അല്ല അന്വേഷിക്കേണ്ടേ. ഇത് ഇങ്ങനെ ഒന്നും അല്ല സംഭവിച്ചിരുന്നെങ്കിൽ ഈ രഞ്ജിത്തിനെ ചെയർ ചെയ്ത് കൊണ്ട് ആയിരിക്കില്ല ഇവരെ കോൺക്ലേവ് നടത്താൻ ഇവർ പ്ലാൻ ചെയ്യാൻ പോവുക. സാംസ്കാരിക വകുപ്പ് നടത്താൻ പോകുന്ന സിനിമ രേവതി സമ്പത്ത് ഉന്നയിച്ച പരാതിയാണല്ലോ അത്. പോക്സോ കേസാണ്. പോക്സോ കേസ് എന്ന് പറയുമ്പോൾ പോക്സോ കേസിൽ ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ പരാതി വേണ്ട, പരാതിക്ക് മുന്നേ കേസ് എടുക്കാം. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ കൊച്ചിയിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അതുകൂടാതെ വെളിപ്പെടുത്തൽ ഇവിടെ മുന്നിലുണ്ട്. അപ്പോഴും കേസ് എടുക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. സിദ്ദിഖും രഞ്ജിത്തും രാജിവെച്ചു എന്നേ ഉള്ളൂ. അതിലപ്പുറമായി ഒരു കാര്യവും നടന്നിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. സ്മൃതി, സ്വാഭാവികമായിട്ട് ഒരു നാട്ടില് സാധാരണ മനുഷ്യന്മാരുടെ കാര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നെങ്കിലോ, സാധാരണ ഒരാൾ ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലീസ് എത്ര ആവേശത്തോടെ കേസെടുത്തേനെ. സിദ്ദിഖിനെതിരെ വന്നിട്ടുള്ള ആക്ഷേപം അത് പോക്സോ വകുപ്പ് നിലനിൽക്കുന്നതാണെന്നുള്ള സാമാന്യ പത്രം വായിക്കുന്ന ആളുകൾക്കും ഈ വകുപ്പിനെ കുറിച്ചൊക്കെ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അത് മനസ്സിലാകാത്തത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അത് മനസ്സിലാകാത്തത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പോക്സോ വകുപ്പ് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ ഈ സിദ്ദിഖിനെ കുറിച്ചുള്ള ആരോപണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്നു. ഇപ്പോൾ പോലും അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ കേസെടുക്കേണ്ട കാര്യങ്ങളല്ലേ നടക്കുന്നത്? ഇവരൊക്കെ രാജിവെച്ചത് കൊണ്ട് മാത്രം പ്രശ്നം ഒഴിവാകുന്നില്ലെന്നേ. ഈ സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം. മാത്രമല്ല, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെരുമ്പറ കൊട്ടി മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും പ്രതിപക്ഷത്തെയും ആക്ഷേപിച്ച സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക മന്ത്രി രാജിവെക്കണം. ഇന്ന് ഭാവന എന്ന് പറഞ്ഞ സിനിമാ നടി ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്
നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ? അവർ പറഞ്ഞെന്താ, ഈ അതിക്രമം നേരിടുന്ന ആളുകളോടൊക്കെ അനുഭാവം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് കമ്മ്യൂണിസം, എന്ത് മാർക്സിസം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നത്. അത് നിരവധി സിനിമാ നടിമാരും നിരവധി സാംസ്കാരിക പ്രവർത്തകരും നിരവധി പൊതുജനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ അത് ഷെയർ ചെയ്യുന്നു. ഇതൊന്നും ഇവർ കാണുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് വഞ്ചി സ്ക്വയറിൽ എറണാകുളത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ അതിൽ ഗൂഢാലോചനയുണ്ടെന്നുള്ള ആക്ഷേപം വന്നപ്പോൾ അന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് അതിൽ ഗൂഢാലോചന ഇല്ലെന്ന. പിന്നീട് വലിയ സമരങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ് കേസെടുക്കേണ്ട ഗതികേട് സർക്കാരിനുണ്ടായില്ലേ? ദിലീപിനെ പോലുള്ള നടന്മാരെ അറസ്റ്റ് ചെയ്യേണ്ട ഗതികേട് ഉണ്ടായില്ലേ? അന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. എന്താണെന്നറിയോ? ഈ WCC പോലുള്ള സംഘടനകളുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള സിനിമാ പ്രവർത്തകരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പത്രക്കുറിപ്പിൽ എന്ന് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിൽ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞ ഒരു പാർട്ടി ഇവരെ സംരക്ഷിക്കാതിരിക്കുമോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.